യെശയ്യാവ് 33:13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ദൂരസ്ഥന്മാരെ, ഞാൻ ചെയ്തത് കേൾപ്പീൻ. സമീപസ്ഥരെ, എൻ്റെ വീരപ്രവൃത്തികൾ ഗ്രഹിപ്പീൻ. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മൾ ആർ ദഹിക്കുന്നു തീയുടെ അടുക്കൽ പാർക്കും. നമ്മൾ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. നീതിയായി നടന്ന് നാർ പറയുകയും പീഡനത്താലുള്ള ആദായം പൊറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കടഞ്ഞുകളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കത്തക്കവണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോവുകയുമില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തെ ദർശിക്കും. വിശാലമായൊരു ദേശം കാണും. പണം എണ്ണുന്നവനെവിടെ, തൂക്കി നോക്കുന്നവനെവിടെ, ഗോപുരങ്ങളെ എണ്ണുന്നവനെവിടെ എന്നിങ്ങനെ നിന്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും. നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. നിന്റെ കണ്ണ് യെരൂശലേമിനെയും സ്വൈരനിവാസം ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായി കാണും. അവിടെയുള്ള നദികൾ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. തണ്ടുവെച്ച പടക അതിൽ നടക്കുകയില്ല, പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോകുകയുമില്ല. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമുക്ക് രാജാവ്. അവൻ നമ്മെ രക്ഷിക്കും. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു, അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ, പായ് നിവർത്തിക്കൂടാ. പിടിച്ചു പറിച്ചു വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെട്ട അവനും മുടന്തരും കൊള്ളയിടും. എന്നാൽ ദീനം എന്നൊരു യാതൊരു നിവാസിയും പറിക്കുകയില്ല. അതിൽ പാർക്കുന്ന ജനത്തിൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും.